السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ വിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നാം ഓരോരുത്തർക്കും വിലമതിക്കാനാകാത്ത ധാരാളം നിഅമത്തുകൾ നൽകി ദുനിയാവിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിലേറ്റവും വലിയ നിഅമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് നൽകിയ പരിശുദ്ധമായ ഈമാനാണ്. അള്ളാഹു നൽകിയ പരിശുദ്ധമായ ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടം മുതൽ അവസാന സമയം വരെ, അവസാന ശ്വാസം വരെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ അള്ളാഹു തന്നെ കൽപ്പിച്ചിരിക്കുന്ന നിഅമത്താണ് ഈമാനും ഇസ്ലാം എന്നത്. ബാക്കി ഏത് നിഅമത്തും ലഭിച്ച ശേഷം നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയാണോ അതിനേക്കാൾ വലിയ നഷ്ടവും ദുഃഖവും ഖേദവുമായിരിക്കും ഇസ്ലാം എന്ന നിഅമത്ത് ലഭിച്ച ശേഷം നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ, ഈമാൻ ലഭിച്ചവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ കാര്യത്തെ പ്രത്യേകമായി ഗൗരവത്തിൽ ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്. ഏ മുഅ്മിനീങ്ങളെ, ഏ ഈമാൻ ലഭിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുവിൻ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങൾ ഇസ്ലാമാകുന്ന ഈമാനാകുന്ന നിഅമത്ത് നഷ്ടപ്പെട്ട് ഈമാനില്ലാതെ നിങ്ങൾ മരിച്ചു പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. നിങ്ങളുടെ അവസാന ശ്വാസ സമയവും നിങ്ങളുടെ കയ്യിൽ ഞാൻ നൽകിയിരിക്കുന്ന ഇസ്ലാം ബാക്കിയാകണം. അല്ലാഹു തആല ഉണർത്തുകയാണ്. അതുകൊണ്ട് ഏറ്റവും വിലമതിക്കാനാകാത്ത നിഅമത്ത് ഈമാനാണ്, ഇസ്ലാമാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവും അധികാരിയും നബിയും എല്ലാ നിഅമത്തും ലഭിച്ച നബിയായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ദുആ ഫാത്തിറ അസ്സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. രാജാധികാരം കയ്യിലുണ്ട്, ധാരാളം നിഅമത്തുകൾ കയ്യിലുണ്ട്. അതൊന്നും നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ഭയമല്ല, മറിച്ച് അതിന് എൻ്റെ മരണത്തിന് മുമ്പെങ്ങാനും ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഒരു നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹു എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതുപോലെ യഅ്കൂബ് നബി അലൈഹിസ്സലാം രണ്ടുപേരും പ്രധാനപ്പെട്ട നബിമാരാണ്.
അവരുടെ പരമ്പരയും മക്കളും നബിമാർ തന്നെയാണ്, അമ്പിയാക്കളുടെ പരമ്പരയാണ്. രണ്ടുപേരുടെയും മരണസമയം തൻ്റെ മക്കളെ ഉണർത്തിയ ഗൗരവമുള്ള വിഷയത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നബിമാരുടെ പരമ്പര, മക്കൾ നബിമാരാണ്. എന്നിട്ട് പോലും മരണത്തിൻ്റെ അവസാന സമയം പ്രവാചകന്മാരായ രണ്ട് പിതാക്കന്മാരും മക്കളെ ഉണർത്തുകയാണ്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ. ഈ മക്കളെ നിങ്ങൾക്ക് അല്ലാഹു തആല ഇസ്ലാം നൽകി, മുസ്ലിമാക്കി. ഇത് നിങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. പക്ഷേ ഈ ഭാഗ്യത്തിന്റെ പൂർത്തീകരണം ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. നിങ്ങൾ മുസ്ലിമായി മരിക്കുമ്പോഴാണ് ഈ ഭാഗ്യം പൂർത്തിയാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യമായ ദുആവിൽ, നബിയുടെ ദുആയിലും കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദ് വഖുറത ഐനിൻ ലാ തൻഖതിഅ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ, നിന്നോട് ഞാൻ ഈമാനിനെ ചോദിക്കുന്നു, നഷ്ടപ്പെടാത്ത നിലനിൽക്കുന്ന ഈമാനിനെ ചോദിക്കുന്നു, മരണം വരെ നിലനിൽക്കുന്ന ഈമാനിനെ ചോദിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഈ ദുആ ഞാൻ എൻ്റെ എല്ലാ ഫർളായ സുന്നത്തായ നമസ്കാര ശേഷവും മുടങ്ങാതെ ചെയ്യുമായിരുന്നു, ഈമാൻ നഷ്ടപ്പെടാതെ മരണം വരെ നിലനിർത്താൻ വേണ്ടി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ട മറ്റൊരു ദുആയാണ്, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയുമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി. ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന, ഹൃദയത്തെ അലങ്കരിക്കുന്ന ഈമാനിനെ അള്ളാഹു നിന്നോട് ഞാൻ ചോദിക്കുന്നു. നബിമാർ ദുആ ചെയ്യാൻ ഈമാനിന് വേണ്ടി, മരണം വരെ ഈമാൻ നിലനിൽക്കുന്നതിനെ ചിന്തിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. കാരണം ഈമാൻ ലഭിക്കുക, ഇസ്ലാം ലഭിക്കുക എന്നൊരു ഭാഗ്യമാണ്. എന്നാൽ ഈമാനിലായി ജീവിതം, ഇസ്ലാമിലായി ജീവിതം അവസാനിക്കുക അത് മഹാഭാഗ്യമാണ്, ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. കാരണം ഹദീസിൽ വരുന്നുണ്ട്, ഈമാനിൻ്റെ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ 4 വിഭാഗമാണ്. ഒന്ന്, കുഫ്രിലായി ജനിച്ചു, കാഫിറായി തന്നെ മരിച്ചു. ജനിച്ചതും കുഫ്രിലായി, ജീവിച്ചതും കുഫ്രിലായി, അവസാനം അതിലായി മരിക്കുകയും ചെയ്തു. ചില ആളുകൾ കുഫ്രിലായി ജനിക്കും, കുഫ്രിൻ്റെ അഹലുകാരിൽ ജനിക്കും, പക്ഷേ മരിക്കുന്നത് മുസ്ലിമായിട്ടായിരിക്കും. ഭാഗ്യവാന്മാരാണ്. അവരുടെ തുടക്കവും അന്തരീക്ഷവും കുഫ്രിൻ്റെയും ശിർക്കിൻ്റെയും അന്തരീക്ഷമായിരുന്നു, പക്ഷേ അവരുടെ അവസാനം മുസ്ലിമായ അവസ്ഥയിൽ. മൂന്നാമത്തെ വിഭാഗം മുസ്ലിമായി ജനിക്കും, മുസ്ലിമായി മരിക്കും. നാലാമതൊരു വിഭാഗമുണ്ട്, അവർ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവരാണ്. ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യദോഷികൾ, ഏറ്റവും ഭാഗ്യം കെട്ടവർ, ഏറ്റവും വലിയ നഷ്ടവാളികൾ. മുസ്ലിമായി ജനിച്ചു, പക്ഷേ മരിച്ചത് ഇസ്ലാമോട് കൂടിയില്ല. ജനിക്കാൻ സാധിച്ചു മുസ്ലിമായി, പക്ഷെ മരിച്ചത് ഇസ്ലാമോട് കൂടിയില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ച നിഅമത്ത്, ഈമാൻ, ഇസ്ലാം എന്ന നിഅമത്ത്, അത് പൂർത്തിയാകുന്നത്, അത് മഹാഭാഗ്യമായി മാറുന്നത് മുസ്ലിമായി മരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഒരു മുസ്ലിമിന് എപ്പോഴും ഉണ്ടാകേണ്ടത്. സുഫിയാൻ അസ്സൗരി റഹ്മത്തുള്ളാഹി തആല അലൈഹി വലിയൊരു പ്രസിദ്ധനായ മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം അധികമായി കരയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സുഫിയാൻ, നിങ്ങൾ എന്തിനാണ് ഇത്രയും കരയുന്നത്? എന്ത് പാപമാ ജീവിതത്തിൽ സംഭവിച്ചു പോയത്? നിങ്ങൾ ഇത്രമാത്രം കരയിപ്പിക്കാൻ ജീവിതത്തിൽ എന്ത് തെറ്റാണ് സംഭവിച്ചു പോയത്? അദ്ദേഹം പറഞ്ഞു, പാപം. അദ്ദേഹത്തെ സംസാരിക്കുന്നിടയിൽ അദ്ദേഹത്തിന് മുന്നിൽ കിടന്ന ധാന്യ കൂമ്പാരത്തിൽ ഒരു പിടി ധാന്യം കയ്യിലെടുത്ത് അദ്ദേഹം കാണിച്ചു പറഞ്ഞു, ഇത്ര പോലും എണ്ണി തീർക്കാൻ പറ്റുന്ന ഇത്ര പോലും പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഞാൻ അത്രയും സൂക്ഷ്മതയിൽ ജീവിച്ച വ്യക്തിയാണ്. പിന്നെ എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്? പാപങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, മരണത്തിന് മുമ്പെങ്ങാനും എൻ്റെ ഇസ്ലാം നഷ്ടപ്പെടുമോ, ഈമാൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിന്റെ പേരിലാണ്. മുൻഗാമികൾക്കുണ്ടായിരുന്ന ഭയം അതായിരുന്നു. അള്ളാഹു എൻ്റെ കയ്യിൽ ഇസ്ലാം എന്ന വിലമതിക്കാനാകാത്ത രത്നം എൻ്റെ കയ്യിൽ അള്ളാഹു നൽകി. ഈമാൻ എന്ന വിലമതിക്കാനാകാത്ത രത്നം അള്ളാഹുവിൻ്റെ കയ്യിൽ നൽകി. ഇനി നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്ത ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. തന്നെക്കുറിച്ചുണ്ടാകണം, തൻ്റെ മക്കളെക്കുറിച്ചുണ്ടാകണം, തൻ്റെ സന്താനങ്ങളെക്കുറിച്ചുണ്ടാകണം, തൻ്റെ പരമ്പരയെക്കുറിച്ചുണ്ടാകണം.
അവരുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മക്കളെ ഈ ആഴ്ചകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയച്ചാൽ മക്കളുടെ പഠനത്തിനായി, ഭൗതിക ഉയർച്ചയ്ക്കായി നമ്മൾ പറഞ്ഞയച്ച സന്ദർഭം കൂടിയാണ്. പഠിക്കണം, നമ്മളുടെ മക്കൾ പഠിച്ചുയരണം, ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടണം. മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ ഭൗതിക മേഖലയിൽ, പഠന മേഖലയിൽ ഉന്നത വിജയങ്ങൾ നേടണം, ഉന്നത വിജയങ്ങൾ കാഴ്ചവെക്കണം. ഓരോ മേഖലയും ഉയർന്ന് ഓരോ വിദ്യാഭ്യാസ മേഖലയിലും PGയും PhDയും എല്ലാം എടുക്കണം. നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം മക്കളുടെ വിദ്യാഭ്യാസം ചെലവഴിക്കണം. നമ്മൾ ആഭരണങ്ങൾ വാരിക്കൂട്ടാനും വീടുകൾ ഭംഗിയാക്കാനും ചെലവഴിക്കുന്നതിന് പകരം നമ്മുടെ സമ്പത്തിനെ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കണം. കല്യാണത്തിന്റെ ആർഭാടങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്ത് മക്കളുടെ ഉമ്മത്തിലെ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കണം. അതൊരാവശ്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ കൊണ്ടാക്കരുത്. കാരണം ഇന്നത്തെ ക്യാമ്പസുകൾ, ഭൗതിക മേഖല പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലകൾ ഈമാൻ നഷ്ടപ്പെടാൻ, ഇസ്ലാം നഷ്ടപ്പെടാൻ ധാരാളം സാധ്യതകളുള്ള വഴികൾ കൂടിയാണ്. അതുകൊണ്ട് ഓരോ വാപ്പക്കും ഉമ്മക്കും ശ്രദ്ധയുണ്ടാകണം. എൻ്റെ മകൻ എന്ത് നേടി എന്നത് മാത്രമല്ല, എൻ്റെ മകൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നേടുന്ന നേട്ടങ്ങൾക്ക് ഇടയിൽ എൻ്റെ മകൻ്റെ ഈമാനും ഇസ്ലാമും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു നോട്ടവും ഓരോ മുസ്ലിമായ വാപ്പക്കും ഉമ്മക്കും ഉണ്ടാകണം. കാരണം ഇന്ന് ബാത്തിലിൻ്റെ ശക്തികൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ശൈത്താനിൻ്റെ വലകൾ നമ്മുടെ പരമ്പരകളുടെയും ഈമാൻ കവർന്നെടുക്കാനുള്ള ധാരാളം വലകൾ വിരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഫിത്നകൾ ധാരാളം നിറഞ്ഞ കാലഘട്ടമാണ്. ഫിത്നകൾ കണ്ട് മുസ്ലിമികൾ ഭയപ്പെടേണ്ടത്, പക്ഷെ ജാഗ്രതയുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം. ഏത് അന്തരീക്ഷത്തിലും ഈമാനും ഇസ്ലാമും കൈവെടിയാതെ മക്കൾ ജീവിക്കുന്നവരാകണം. അവർ പഠിക്കാനാണ് പോകുന്നത്, പക്ഷേ അവിടെ വിരിക്കപ്പെട്ട ശൈത്താനിന്റെ വലകൾ കുടുങ്ങി ഈമാനും ഇസ്ലാമും വലിച്ചെറിയുന്ന ഒരവസ്ഥ ഉണ്ടാകാതെ നാം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുന്നവരായി മാറും. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്നവരായി മാറും. കാരണം അങ്ങനത്തെ ധാരാളം സാധ്യതകൾ കൂടി ഇന്നത്തെ സാഹചര്യത്തിലുണ്ട്. പഠിച്ചു, ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടി, ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തി, പക്ഷേ കയ്യിൽ രക്തമായി അള്ളാഹു നൽകിയത് ഇസ്ലാം നഷ്ടപ്പെട്ടു പോയി, ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ഈ അവസ്ഥ സംഭവിച്ചെങ്ങാനും പോയാൽ പിന്നെ എന്ത് നേടിയെന്ന് പറഞ്ഞാലും സീറോ ആണ്, ഒന്നും നേടിയിട്ടില്ല. കാരണം രത്നമാണ് നഷ്ടപ്പെട്ടത്, ഇസ്ലാമാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഓരോ വാപ്പക്കും ഉമ്മക്കും മക്കളുടെ വിഷയത്തിൽ അവരുടെ ഈമാൻ, അവരുടെ ഇസ്ലാം ശ്രദ്ധയുണ്ടാകണം. മൗലാന തഖി ഉസ്മാനി ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ യാത്ര അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു 40-50 വർഷം മുമ്പ് അമേരിക്കയിലേക്ക് അദ്ദേഹം ചെയ്തൊരു യാത്രയെക്കുറിച്ച് അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്ര ചെയ്തത് ഒരു ഇസ്ലാമിക പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട് പങ്കെടുക്കാൻ ഞാൻ പോയത്. മുസ്ലിമീങ്ങളുടെ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ പ്രോഗ്രാമിൽ ഇസ്ലാമിൻ്റെതായ ഒരു അന്തരീക്ഷവും കണ്ടില്ല. അവിടെ വന്നവരിൽ പുരുഷന്മാരിൽ സ്ത്രീകളിൽ ഇസ്ലാമിൻ്റെതായ ഒരു അന്തരീക്ഷമോ ഒന്നും കണ്ടില്ല. ആ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞപ്പോൾ നടത്തിയ ഒരു ലബനാനിയായ അറബി സ്നേഹിതനോട് ഞാൻ ചോദിച്ചത്, എന്താ എന്നെ ക്ഷണിക്കപ്പെട്ടത് നിങ്ങൾ മുസ്ലിമീങ്ങളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്, പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഒന്നും കാണുന്നില്ലല്ലോ. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവരെ മുസ്ലിമാണെന്ന പേരിലെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂട്ടി ബാക്കിയാക്കാൻ. കാരണം ഇവരുടെ പിതാക്കന്മാരും പൂർവികരും മുസ്ലിമീങ്ങളായിരുന്നു. അവർ കച്ചവടത്തിന് വേണ്ടി രാജ്യത്തേക്ക് വന്നു. അവർ അവരുടെ കച്ചവടത്തിലും സമ്പാദ്യത്തിലും മുഴുകി. അവരുടെ മക്കളുടെ, അവരുടെ പരമ്പരയുടെ ദീനിനെയും ഇസ്ലാമിന്റെ കാര്യം മറന്നുപോയി, അതിൽ ശ്രദ്ധ കൊടുത്തില്ല. അതുകൊണ്ട് ഇന്ന് അവരുടെ മക്കൾക്ക് പരമ്പരയ്ക്ക് ഇസ്ലാമൊന്നുമില്ല, വെറും പേരുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മൗലാന ആ സംഭവം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വലിയൊരു ഗുണപാഠം ലഭിച്ചു. മുസ്ലിമീങ്ങളായ വാപ്പമാർ, ഉമ്മമാർ അവർ അവരുടെ ഭൗതികമായ കച്ചവടത്തിന്റെയും സമ്പാദ്യത്തിന്റെയും ഓട്ടത്തിനിടയിൽ പരമ്പരയുടെ മക്കളുടെ ദീനും ഇസ്ലാമും മറന്നുപോയാൽ ഇത് തന്നെയായിരിക്കും ഓരോ നാട്ടിലും സംജാതമാവുക. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇസ്ലാമിന്റെ പേരുകളും കുറെ ചിഹ്നങ്ങളും കുറെ മിനാരങ്ങളും മാത്രമേ ലോകത്ത് ബാക്കിയുണ്ടാവുകയുള്ളൂ, ഇസ്ലാം ബാക്കിയുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കണം, പഠിച്ചുയരണം, ഭൗതികമായ പഠന മേഖലയിൽ ഉന്നതമായ വിജയങ്ങളും നേട്ടങ്ങളും കൈവരിക്കണം. പക്ഷേ അക്കൂട്ടത്തിൽ ആ യാത്രക്കിടയിൽ നമ്മുടെ മക്കളുടെ കൈകളിൽ നിന്ന് ഇസ്ലാമാകുന്ന ഈമാനാകുന്ന രക്തം നഷ്ടപ്പെട്ടു പോകരുത്. ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ ഭാര്യയോട് കൊടുക്കുന്ന ഒരു ഉപദേശം, ഒരു വിവാഹത്തിന് പോകാൻ വേണ്ടി ഭാര്യ അനുവാദം ചോദിച്ചു. ലുക്മാൻ അലൈഹിസ്സലാം പറഞ്ഞു, നീ പൊയ്ക്കൊള്ളി,
പക്ഷേ ഞാനൊരു വിളക്ക് കത്തിച്ചു തരാം, ഒരു മെഴുകുതിരി കത്തിച്ചു തരാം, നീ ആ പോയി തിരിച്ചു വരുമ്പോൾ അത് അണയാതെ തിരിച്ചു കൊണ്ടുവരണം. ഭാര്യ പറഞ്ഞു, അതെങ്ങനെ സാധിക്കാനാണ്? വിവാഹത്തിന് പോയി തരുന്ന മെഴുകുതിരി, അത് അണയാതെ കത്തിച്ച മെഴുകുതിരി അണയാതെ തിരിച്ച് വീട്ടിൽ ഞാൻ എങ്ങനെ കൊണ്ടുവരും? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നിന്നോട് കൽപ്പിച്ചു നീ ചെയ്യാൻ തയ്യാറായാൽ നിനക്ക് എത്ര ശ്രദ്ധയുണ്ടാകും, ആ മെഴുകുതിരി അണയാതിരിക്കാൻ നിനക്ക് എത്ര ശ്രദ്ധയുണ്ടാകും. ഇതേപോലെ ആയിരിക്കണം നിന്റെ ഈമാനിന്റെ ഇസ്ലാമിന്റെ വിഷയത്തിൽ. എവിടെയെല്ലാം പോയാലും ഈമാനും ഇസ്ലാമും അണഞ്ഞു പോകരുത്, ഈമാനും ഇസ്ലാം അണഞ്ഞു പോകരുത്. അതെങ്ങാനും അണഞ്ഞു പോയാൽ പിന്നെ നിന്റെ നേട്ടങ്ങളെല്ലാം വെറുതെ. നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഇത് ഉറക്കണം. ഏതെല്ലാം പഠനത്തിന്റെ മേഖലയിൽ, ഏതെല്ലാം ഉയർച്ചകളിലേക്ക് പോയാലും ഇസ്ലാം നഷ്ടപ്പെട്ടു പോകരുത്. ഇതെന്റെ അഡ്രസ്സാണ്, ഇസ്ലാമാകുന്ന വസ്ത്രം. അത് ഞാൻ ഊരി വെച്ചാൽ എനിക്കൊരു അഡ്രസ്സുമില്ല. എൻ്റെ ഏറ്റവും വലിയ അഡ്രസ്സ് ഞാൻ മുസ്ലിം എന്നതാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ചെറുപ്പത്തിലേക്ക് ഒത്തിവെക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഓരോ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് നൽകപ്പെടേണ്ടത് ഏറ്റവും ആദ്യം വീട്ടിൽ നിന്നാണ്. കാരണം പുറത്ത് അന്തരീക്ഷം ഓരോ ദിവസവും കഴിയും തോറും അത് മോശമായിക്കൊണ്ടിരിക്കും. പുറത്തുള്ള അന്തരീക്ഷം നന്നാക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പക്ഷേ സാധിക്കാതെ വന്നേക്കാം. പക്ഷേ ഓരോ ആപ്പക്കും ഉമ്മക്കും സാധിക്കുന്നത് കാര്യമാണ്. വീടിന്റെ അന്തരീക്ഷം മുസ്ലിമിന്റെ വീടാക്കി തീർക്കാം. ഓരോ വീടുകളും ഇസ്ലാമിന്റെ അന്തരീക്ഷമുള്ള വീടുകളാക്കി തീർക്കാം. വീടിന്റെ അന്തരീക്ഷം നന്നായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് എന്തെല്ലാം അഴുക്കലാണ് മക്കളുടെ ശരീരത്തിൽ പുരണ്ടാലും അതെല്ലാം വീട്ടിന് പരിശുദ്ധമാക്കാൻ സാധിക്കും. പുറത്തുനിന്ന് എന്തെല്ലാം ദീനില്ലായ്മയും ഹറാമിന്റെ ചുറ്റുപാടാണെങ്കിലും നമ്മുടെ മക്കൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവിടുന്ന് ഈമാനിന്റെ ഊർജം കരസ്ഥമാക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇന്ന് ഓരോരുത്തരും നമ്മുടെ വീടിന്റെ ഉള്ളിന്റെ അന്തരീക്ഷം നിന്ന് ചിലപ്പോൾ പുറത്തെ അന്തരീക്ഷത്തെക്കാൾ മോശമായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിൽ നമ്മുടെ വീടിന്റെ അന്തരീക്ഷങ്ങൾ മോശമായി. അവിടെ ഏറ്റവും ആദ്യം നമ്മുടെ വീടിന്റെ അന്തരീക്ഷം ഒരു ഇസ്ലാമിന്റെ അന്തരീക്ഷം വീട്ടിൽ കൊണ്ടുവരണം. ലാ തജഅലൂ ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കരുത് നബി നിങ്ങൾ പറയുകയാണ്. വീട് ഒരു ഇസ്ലാമിന്റെ ഒരു അന്തരീക്ഷത്തിലായിരിക്കണം. അവിടെ വളരുന്ന മക്കൾക്ക് ഈമാനിയായ ഒരു ചൂട് ലഭിക്കണം. ഈമാനിന്റെ മഹത്വം മനസ്സിലാകണം, ഇസ്ലാമിന്റെ മഹത്വം ലഭിക്കണം. എവിടെ നിന്ന്? വീട്ടിൽ നിന്ന്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലഘട്ടം, ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എനിക്കൊരു സ്വർണത്തിന്റെ മോതിരം ധരിപ്പിച്ചു. ചെറിയ പ്രായം. ഞാൻ ആ സ്വർണത്തിന്റെ മോതിരം ധരിച്ച് പുറത്തിറങ്ങി പോകുന്നതിനിടയിൽ ഒരു കള്ളൻ എന്നെ കണ്ടു. അപ്പൊ കള്ളൻ എന്നോട് പറഞ്ഞു, മോനെ നീ ആ മോതിരം ഒന്ന് ഊരി അതിന്റെ വായിൽ നിന്ന് ഇട്ടു നോക്കി. വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി ഞാനത് വായിലിട്ട് നോക്കി, ചപ്പി നോക്കി, രുചിയൊന്നുമില്ല. പിന്നെ ആ കള്ളൻ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഒരു മധുരമുള്ള മിഠായി എടുത്ത് എൻ്റെ വായിലിട്ടു. ഇത് മോനെ ചപ്പി നോക്കി, എങ്ങനെയുണ്ട്? നല്ല രുചി എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചു. എന്നിട്ട് ആ കള്ളൻ പറഞ്ഞു, മോനെ എങ്കിൽ നിന്റെ ആ ഒരു രുചിയുമില്ലാത്ത മോതിരം എനിക്ക് നൽകി മധുരമുള്ള ഈ മിഠായി നിനക്ക് നൽകാം. ആ മിഠായി എനിക്ക് നൽകി ഞാൻ അതിന്റെ രുചി ആസ്വദിച്ചപ്പിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വന്നു. എൻ്റെ സ്വർണ്ണമോതിരം ആ കള്ളന് കൊടുക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് വാപ്പ ചോദിച്ചു, മോനെ നിന്റെ മോതിരം എവിടെ? ഞാൻ പറഞ്ഞു, എനിക്ക് മിഠായി ലഭിച്ചു, ഞാൻ മോതിരം കൊടുത്തു. ആ വാപ്പ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ നിനക്ക് ആ മോതിരം കൊണ്ട് വേണമെങ്കിൽ ആയിരക്കണക്കിന് മിഠായികൾ വാങ്ങിക്കാൻ സാധിക്കുവാൻ അത്രയും വിലയുള്ളതായിരുന്നു. പക്ഷെ നിനക്ക് മനസ്സിലായില്ല. നീ ഇതിന്റെ രുചി കണ്ടപ്പോൾ ആ വില വിധിച്ച സ്വർണ്ണ നീ ഉപേക്ഷിച്ചു. മോനെ ജീവിതത്തിൽ ഇതുപോലെ പല സന്ദർഭങ്ങളും വരും. ദുനിയാവിന്റെ മധുരമുള്ള പലതും നിന്റെ മുന്നിൽ വരും. അങ്ങനത്തെ മധുരമുള്ള അവസ്ഥകൾ മുന്നിൽ വരുമ്പോൾ നിന്റെ കയ്യിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഇസ്ലാമാകുന്ന ഈമാനാകുന്ന രത്നം നീ ആർക്കും കൊടുക്കരുത് മോനെ, അത് നീ മുറുകെ പിടിക്കണം എന്ന് എൻ്റെ വാപ്പ ചെറുപ്പത്തിന് ഉപദേശിക്കുകയുണ്ടായി എന്നല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു. വീട്ടിൽ നിന്ന് ഇതുപോലത്തെ ഉപദേശങ്ങളും ഇസ്ലാമിനെ കുറിച്ച് ഈമാനെ കുറിച്ചുള്ള മഹത്വം വലിക്കുന്ന വാക്കുകളും മക്കൾ കേൾക്കണം. ഇസ്ലാമിന്റെ മഹത്വം, ഈമാനിന്റെ മഹത്വം അത് ലഭിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. വാപ്പയുടെ നാവിൽ നിന്ന്, ഉമ്മയുടെ നാവിൽ മക്കൾ കേൾക്കണം. ഇസ്ലാം എത്ര വലിയ നിഅമത്താണ്, ഈമാൻ എത്ര വലിയ നിഅമത്താണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഞങ്ങളുടെ മക്കളെ നിബിതങ്ങളുടെ യുദ്ധങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. ഏതുപോലെ ഖുർആനിന്റെ സൂറത്തുകൾ പഠിപ്പിക്കുന്നത് പോലെ, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ സൂറത്തുകൾ പഠിപ്പിക്കുന്നത് പോലെ നിബിതങ്ങളുടെ യുദ്ധ ചരിത്രങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമായിരുന്നു. മക്കളെ ഉള്ളിൽ ചെറുപ്രായത്തിലെ ഈമാനിന്റെ ഒരു ചൂട്, ഇസ്ലാമിന്റെ ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചരിത്രങ്ങൾ കേൾപ്പിക്കുമായിരുന്നു.
വീടിന്റെ ഉള്ളിലെ അന്തരീക്ഷം മുസ്ലിമീങ്ങളെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. മൗലാന ഉമർ പാലമ്പൂർ റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യയിൽ ജീവിച്ചൊരു മഹാനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് സൂറത്തുൽ ബുറൂജിന്റെ ചരിത്രം കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് സൂറത്തുൽ ബുറൂജിലെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബുറൂജിൽ കൂടി ഒരു ഉമ്മയുടെ മകന്റെ ചരിത്രം പറയുന്നു. വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മശ്ഹൂദ് വശാഹിദി മശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. കിടങ്ങുകാരുടെ ചരിത്രം അല്ലാഹു പറയുന്നു. ഒരു നാട്ടിൽ കുറച്ച് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. നാട്ടിലെ രാജാവ് പറഞ്ഞു നിങ്ങൾ അത് ഇസ്ലാമിനെ ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ കടുത്ത ശിക്ഷ നടപ്പിലാക്കും. മുസ്ലിം ഇസ്ലാമിന് മാറാതായപ്പോൾ ഒരു കിടങ്ങ് കുടിച്ചു, തീ കത്തിച്ചു, വലിയ ശക്തമായ തീ കത്തിച്ചു. എന്നാൽ അതിന്റെ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കൂ, ഇസ്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണോ? തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഈ കുണ്ടിലേക്ക് ഈ കിടങ്ങിലേക്ക് മറിച്ചിടുകയും ചെയ്യും. ഒരു ഉമ്മയും മകനും വന്നു, അവരോട് ചോദിച്ചു, ഇസ്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്? അപ്പൊ ഉമ്മയുടെ ഹൃദയത്തിൽ ചെറിയ പാല് കുടിക്കുന്ന പ്രായം, എളിയിരിക്കുന്ന ചെറിയ കുട്ടി, ഒരു വിഷമം, ഒരു വേദന. ഉമ്മയാണല്ലോ, തന്റെ മരണമല്ല, അതിന്റെ കുട്ടിയും മരിക്കുമല്ലോ. ആ സമയത്തെ ഹദീസിൽ വരുന്ന ആ കുട്ടി സംസാരപ്രായമായിട്ടില്ല. പക്ഷെ ഉമ്മയുടെ മുഖത്ത് നോക്കി പറയും, ഉമ്മ ക്ഷമിക്കും, ഇന്നക്കി അലൽ ഹഖ്, ഉമ്മ നിങ്ങൾ സത്യത്തിലാണ്, സ്വർഗം അല്ലാഹു നൽകുമെന്ന് സംസാരിക്കാൻ പ്രായമായ ആ കുട്ടിയെ കൊണ്ട് അല്ലാഹു സംസാരിപ്പിച്ചു. അങ്ങനെ ആ കുട്ടിയും ഉമ്മയും ഷഹീദായി, ഇസ്ലാമിൽ ഉറച്ചു. അങ്ങനത്തെ ചരിത്രം എൻ്റെ ഉമ്മ, ഞാൻ ഉമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ കേൾപ്പിക്കുമായിരുന്നു എന്ന് മൗലാന ഉമർ പാലമ്പൂർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. വീടിന്റെ അന്തരീക്ഷം ഇതായിരുന്നു. ഒരു കാലഘട്ടത്തിൽ വീടിന്റെ ഉള്ളിൽ ഉമ്മമാർ, വാപ്പമാർ മക്കളുടെ കൂടെ ഇരുന്ന് ഇസ്ലാമിനെ, ദീനിനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എവിടെയാണ് നമുക്ക് സമയം? നമുക്ക് പുറത്തും കവലയിലും കമ്പോളത്തിലും വഴിയൊരുത്തും ഇരിക്കാൻ സമയമുണ്ട്. അല്പസമയം മക്കളുടെ കൂടെ ഇരുന്ന് ദീനിനെ, ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ വീട്ടിൽ വായിക്കും. ഒരല്പസമയം, എത്ര തിരക്കാണെങ്കിലും എത്ര ഓട്ടത്തിനിടയിലാണെങ്കിലും നമ്മൾ കണ്ടെത്തി, എന്നിട്ട് വീട്ടിൽ അല്പസമയം ഇസ്ലാമിന്റെ ഒരു ചർച്ച, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. തീർച്ചയായും നമ്മുടെ മക്കൾ പിന്നെ ഏതെല്ലാം മേഖലയിൽ യാത്ര ചെയ്താലും ഭയപ്പെടേണ്ടതില്ല. അവർ ഹൃദയത്തിൽ ചെറുപ്പത്തിൽ ഉറക്കുകയാണെങ്കിൽ ഉറപ്പായ കാര്യമാണ്, പിന്നെ ആരുടെയെങ്കിലും ചിരിക്ക് മുന്നിൽ, ആരുടെയെങ്കിലും പ്രേമത്തിന് മുന്നിൽ, ആരുടെയെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ, ആരെങ്കിലും എന്തെങ്കിലും ചോദ്യത്തിന് മുന്നിൽ, ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിച്ചാൽ അതിന് മുന്നിലൊന്നും പതറാതെ നമ്മുടെ മക്കൾ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നവരായി മാറും. തീർച്ചയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥ സൃഷ്ടിക്കണമെങ്കിൽ ആദ്യം വീടിന്റെ അന്തരീക്ഷത്തെ നമ്മൾ ശരിയാക്കേണ്ടത് ആവശ്യമാണ്. വീടിന്റെ അന്തരീക്ഷം ഈമാനിന്റെ, ഇസ്ലാമിന്റെ മുആശറയുടെ അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കണം. ഇല്ല എങ്കിൽ, വീട് പുറത്തേക്കാൾ മോശമാണെങ്കിൽ നമ്മുടെ മക്കൾ ഇസ്ലാമിൽ ബാക്കിയാകൽ അത്ഭുതകരമാണ്. നമ്മുടെ പൂർവികർ, നമ്മുടെ വാപ്പമാർ പരിശ്രമിച്ചു, നമുക്ക് ഇസ്ലാം ദീനം എത്തിച്ചെന്നുവെങ്കിൽ ഇനി നമ്മുടെ കടമയാണ്, ബാധ്യതയാണ് നമ്മുടെ പരമ്പരകൾക്ക്, നമുക്ക് ശേഷം വരുന്നവർക്ക് ഇതിനെ കൈമാറുകയും അവരിൽ അത് ഉറച്ചു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. അവിടെ ഒന്ന് വീടിന്റെ അന്തരീക്ഷം ശരിയാക്കലാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മക്കളെ നിത്യമായി മദ്രസയുമായി, മക്തബുമായി, ദീനി താലീമുമായി, ഉലമാക്കളുമായി ബന്ധിപ്പിക്കുക എന്നുള്ളത്. ആ ബന്ധം മുറിഞ്ഞു പോയാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊരു ശൈലിയാണ്, കുട്ടികൾ പഠിച്ച 9ഓ 10ഓ ക്ലാസ് എത്തി കഴിഞ്ഞാൽ ട്യൂഷനും SLC പറഞ്ഞ് മക്കളുടെ മദ്രസ അങ്ങോട്ട് ഒഴിവാക്കും. നാം മനസ്സിലാക്കേണ്ടത്, മദ്രസ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹർഫുകളും കുറച്ച് കാര്യങ്ങൾ പഠിക്കൽ മാത്രമല്ല, അതൊരു ബന്ധമാണ്. ഈമാനിൽ ഉറച്ചു നിൽക്കാനുള്ള പള്ളിയുമായുള്ള ഒരു ബന്ധം, ഖുർആനുമായുള്ള ബന്ധം, ഉലമാക്കളുമായുള്ള ബന്ധം. ആ ബന്ധത്തിന് വലിയ ശക്തിയാണ്. പുറത്തുള്ള പല അഴുക്കുകളിൽ നിന്നും, പല ശൈത്താനിന്റെ വലയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാ കവചം കൂടിയാണ് മദ്രസയുമായി, മക്തുമായുള്ള ബന്ധം. നമ്മുടെ മക്കളുടെ ട്യൂഷന്റെ പേരിൽ അല്ലെങ്കിൽ SLCയുടെ പേരിൽ നാം ആ ബന്ധങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ ഈ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. അവിടെ മക്കളെ ഒന്ന് വീടിന്റെ അന്തരീക്ഷത്തെ ശരിയാക്കി, രണ്ട് നമ്മുടെ മക്കളെ മദ്രസകളുമായി ബന്ധിപ്പിക്കും. അവർക്ക് പ്രായമായവരാകട്ടെ ഭൗതിക പഠനങ്ങൾ പഠിച്ചു ഉയരട്ടെ, കൂട്ടത്തിൽ തന്നെ ദീൻ പഠിക്കുന്നവരുമാകട്ടെ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.